السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. വന്ദരായ പണ്ഡിതന്മാരെ, ശ്രേഷ്ഠരായ ശ്രോതാക്കളെ, ഇൻഷാ അല്ലാഹ് നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ 99ാമത്തെ ക്ലാസ്സാണിത്. അല്ലാഹു നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ ഖിദ്മത്തുകളും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. പുതിയ ലോകം ഇതുപോലെയുള്ള ക്ലാസ്സുകളെ ആഗ്രഹിക്കുന്നുണ്ട്. സമൂഹവും സാഹചര്യവും പരമാവധിക്കപ്പുറം പഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീനീപരമായി ഉദ്ബോധനം ലഭിക്കലും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലും വളരെ ആവശ്യം. ഹറാമുകൾ വല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു കാലമാണിത്. പുറത്തിറങ്ങിയാൽ മൊത്തം അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തമായ ഹറാമുകൾ മാറ്റി നിർത്തുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഹലാലായ കാര്യങ്ങൾ മാത്രമേ അവൻ്റെ ജീവിതത്തിലേക്ക് വരാവൂ എന്നതും ഒരു നിഷ്ഠയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിൽ അധികമാർക്കും ഹുക്മ് നിർണയിക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യമുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അവൻ്റെ ദീനിനെയും ആത്മാഭിമാനത്തെയും സംരക്ഷിച്ചവരാകൂ എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ മുന്നിലെ സ്റ്റെപ്പിലാണ് നമ്മൾ ഓടേണ്ടത് എന്നർത്ഥം. ഹറാം നിർബന്ധമായി മാറ്റി വെക്കണം, അതിലൊരു തർക്കമില്ല. ഹലാലായ കാര്യങ്ങളെ നമുക്ക് ചെയ്യാവൂ. അധികമാർക്കും പെട്ടെന്ന് ഹുക്മ് നിർണയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനിൻ്റെ പൂർണ്ണത എന്നല്ല, അവൻ്റെ വിജയത്തെയും അവൻ്റെ ആത്മാവിനെയും അവൻ്റെ മതത്തെയും ഒക്കെ സംരക്ഷിക്കാൻ അത് ശരിക്കും അനിവാര്യവുമാണ്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കള്ളുകുടിക്കാൻ പാടില്ല എന്നത് വിശ്വാസികൾക്കൊക്കെ അറിയാം. അതിൽ നിന്ന് മാറി നിൽക്കാൻ ദീനിനെ സ്നേഹിക്കുന്നവർ ശ്രദ്ധിക്കുകയും ചെയ്യും. ഗിബത്ത് പറയാൻ പാടില്ലെന്നറിയാം, അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പം അത് പറ്റുമോ ഇല്ലേ? കൃത്യമായൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അതിൽ വീണു പോകും. വിധങ്ങൾ കൃത്യമായ ഉദാഹരണം പറഞ്ഞ് ആ കാര്യം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിനപ്പുറം വ്യക്തമായ ഹറാമുകൾക്ക് പോലും ന്യായീകരണം കണ്ടെത്തി അതുകൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, അതുകൂടെ പുതിയ കാലത്തൊക്കെ വേണ്ടതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ഒരു സംസ്കൃതി. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാന്റെ 7ാമത്തെ വചനത്തിൽ ഹുവല്ലദീ അൻസല ഇലൈക്കൽ കിതാബ മിൻഹു ആയാത്തും ബയ്യിനാത്ത്, അല്ലാഹുവാണ് പരിശുദ്ധ വേദം അവതരിപ്പിച്ചത്. അതിൽ ആയാത്തും മുഹ്കമാത്ത്, അതിൽ വിധി നിർണയിക്കപ്പെട്ട ചില ആയത്തുകളും ഈ സൂക്തങ്ങളുമുണ്ട്. വിധി വ്യക്തമായത്. ഇപ്പം നിസ്കരിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലൽ നിർബന്ധമാണ്. ഇങ്ങനെ പറയുന്ന കുറേ വിധി വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം. എന്നാലോ വഉഖറു മുതശാബിഹാത്ത്, അതല്ലാത്ത വിധി എല്ലാവർക്കും വ്യക്തമല്ലാത്ത ചില സംഗതികളുമുണ്ട്. വിധി എല്ലാവർക്കും വ്യക്തമല്ലാത്ത ചില സംഗതികളുമുണ്ട്. എന്നാൽ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ വയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅവീലി, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, തെറ്റിനോട് താല്പര്യമുള്ള ആളുകൾ, എങ്ങനെയെങ്കിലുമൊക്കെ ദുന്യാവ് പരിധി വിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, വിധി നിർണയമല്ലാത്ത ഇത്തരം മുതശാബിഹാത്തായ സൂക്തങ്ങളിലും പദങ്ങളിലും ദുരുദ്ദേശപൂർവം ഇടപെട്ടുകൊണ്ടേയിരിക്കും. നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസ് സഹിതം നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.
എന്തിനാണ് അവർ ഈ വിധി അത്രമേ നിർണയമല്ലാത്ത ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഫീ ഖുലൂബിഹിം സൈഗുൻ, അവരുടെ ഹൃദയത്തിൽ വക്രത ഉണ്ട്. വക്രത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മതവിരുദ്ധമായി അവർക്ക് പലതും ചെയ്യേണ്ടതുണ്ട്. ഫിത്ന ആഗ്രഹിച്ചുകൊണ്ട് വിധി നിർണയമല്ലാത്ത സൂക്തങ്ങളിൽ അവർ കൂടിക്കൊണ്ടേയിരിക്കും. ആ സൂക്തങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവർക്ക് വേണ്ടി അനുകൂലമായി ആക്കി തീർക്കാനുമൊക്കെ അവർ അതിന്മ തന്നെ കൂടും. യഥാർത്ഥത്തിൽ അതിൻ്റെ തഅ്വീല്, അതിൻ്റെ വ്യാഖ്യാനം പടച്ച റബ്ബിനെ അറിയൂ. അവൻ അത് അപൂർവം ചില ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും, അവർക്കും അറിയും. റാസിഖൂന ഫിൽ ഇൽമ്, വിജ്ഞാനത്തിൽ നല്ല പക്വതയുള്ള ആളുകൾ. ഇത്തിരി അവിടെയൊന്ന് കേട്ടു, ഇവിടുന്ന് വായിച്ചു, ഒരു ഹദീസിന്റെ പീസ് കണ്ടു, ഇനി നമുക്കൊരു പുതിയ ദീനുണ്ടാക്കാം എന്ന് വിചാരിക്കാത്ത വിജ്ഞാനത്തിൽ നല്ല അടിയുറച്ച ആളുകൾ അവര് പറയും ഇതെല്ലാം ഞങ്ങളുടെ റബ്ബ് പറഞ്ഞതാണ്, അതേക്കുറിച്ചുള്ള യഥാർത്ഥ വിധി നിർണയം ഞങ്ങളുടെ റബ്ബിനറിയാം, ഞങ്ങളതൊക്കെ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിക്കും. അവരിതിൻ്റെ പിറകെ ദുരുദ്ദേശപൂർവം സഞ്ചരിക്കൂല എന്നർത്ഥം. ഹറാമായ കാര്യങ്ങൾ വ്യക്തമാണെന്ന് പറയുന്ന ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്, ബുഖാരി തങ്ങളടക്കം വിശദീകരിച്ചത്. ഏകദേശം ഈ ഒരു സൂക്തത്തിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന സോദാഹരണമുള്ള ഒരു വിശദീകരണമാണ്. ആ ഹദീസ് കൂടെ ഒന്നിച്ചർത്ഥം വെച്ചിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അൽ ഹലാലു ബയ്യിനുൻ, ഹലാലായ കാര്യങ്ങൾ വ്യക്തമാണ്. പറഞ്ഞല്ലോ ഞാൻ നേരത്തെ, നമുക്ക് വെള്ളം കുടിക്കാം, നമുക്ക് സഞ്ചരിക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ ഹലാലായ കുറേ കാര്യങ്ങളുണ്ട്. അവ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വൽ ഹറാമു ബയ്യിനുൻ, ഹറാമായ കുറേ വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഉദാഹരണങ്ങൾ ബാക്കിയുണ്ട്. പലിശ വാങ്ങാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, അന്യ സ്ത്രീയെ ദർശിക്കാൻ പാടില്ല, മനസ്സിന് ചാഞ്ചല്യം വരും വിധത്തിലുള്ള ഒരു ആനന്ദങ്ങളിലും പങ്കെടുക്കാൻ പാടില്ല, സംഗീതോപകരണങ്ങൾ ഇസ്ലാം ഹലാലാക്കിയ ചിലതുണ്ട്, അതിനപ്പുറമുള്ളതിലേക്ക് പ്രവേശിക്കാൻ പറ്റൂല. പുതിയ കാലത്തെ മ്യൂസിക് അതിൽ പെടൂല എന്നും പറഞ്ഞ് ന്യായീകരിച്ച് അത് ദിക്റിന്റെ സദസ്സുകളിലേക്ക് പോലും കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അത് പാടില്ല. വ്യക്തമായി ഹറാമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി വിട്ടുനിൽക്കണം. വബൈനഹുമാ മുതശാബിഹാത്തുൻ, പക്ഷെ അവയ്ക്കിടയിൽ വിധി അത്രമേ നിർണയമല്ലാത്ത കുറേ സംഗതികളുണ്ട്. ലാ യഅലമുഹാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും അവയെക്കുറിച്ച് ബോധവാന്മാരല്ല. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നുണ്ട്, അധിക ജനങ്ങളും അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ചാളുകൾക്ക് അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം. അവരാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. ഫതുൽ ബാരിയിൽ നമുക്ക് കാണാം, അവരാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. ഇപ്പൊ ഇജ്തിഹാദൊക്കെ ഒരു കുട്ടിക്കളിയായി നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന മുജാഹിദുകൾ എന്ന് പറയുന്ന ബിദ്അത്ത് പ്രസ്ഥാനക്കാർ പറഞ്ഞത് ലോകത്തെ ഏറ്റവും കൂടുതൽ മുജ്തഹിദുകളെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്ന്. അവരുടെ വിപ്ലവത്തിന്റെ ഒരു ഫലമായിട്ട് അവർ പറഞ്ഞതാണ്. ഇതൊരു വിമർശനത്തിന്റെ വേദിയായി നമ്മൾ ഒരിക്കലും മാറ്റാറില്ല. എനിക്ക് ഇപ്പോഴും ആ ഉദ്ദേശമല്ല താനും. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഗവേഷണം നടത്തി മസ്അലകൾ കണ്ടെത്തുക എന്ന അതീവ സാഹസികമായ ജ്ഞാനദൗത്യം, അതീവ സാഹസികം എന്നൊക്കെ പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ നിന്നാൽ അതിൻ്റെ നിബന്ധനകൾ തന്നെ പറഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസ് മതിയാകാതെ വരും. അത്രമേൽ ഹദീസുകൾ കാണാതെ അറിയണം. പരിശുദ്ധ ഖുർആനിലെ നാസിഖും മൻസൂഖും, ആദ്യം അവതരിച്ചത് ഏത്, പിന്നീട് അവതരിച്ചത് ഏത് എന്നറിയണം. ഖുർആനിലെ ചില ആയത്തുകൾ കൊണ്ട് മറ്റു ചില ആയത്തുകൾക്ക് വിശദീകരണം നൽകുന്നുണ്ടാവും. അവ ഏതാണെന്നും ഏതിൻ്റെ വിശദീകരണമാണെന്ന് അറിയണം. ചില ആയത്ത് കൊണ്ട് മറ്റൊന്നിൻ്റെ ഹുക്കുമിനെ നസ്ഖ് ചെയ്യുന്നുണ്ടാവും, റദ്ദ് ചെയ്യുന്നുണ്ടാവും. അവ അറിയണം. പിന്നെ ഹദീസുകൾ ഉദ്ധരിക്കുന്ന എല്ലാ റാവിമാരുടെയും ചരിത്രങ്ങൾ അറിയണം. ഭാഷാപരമായി വലിയ ജ്ഞാനമുണ്ടാവണം. പൂർവികരുടെ ഫത്വകൾ അറിയണം. ഇതുവരെയുമുള്ള ഉമ്മത്തിൻ്റെ ഇജ്മാ ആയിട്ടുള്ള ഹുക്കുമുകൾ അറിയണം. ഇങ്ങനെ തുടങ്ങി സമുദ്ര സമാനം ജ്ഞാനമുള്ളവരും അതോടൊപ്പം ഈ വിജ്ഞാനത്തിൻ്റെ ഹദീസിൻ്റെ ഖുർആനിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഗവേഷണം ചെയ്യേണ്ടത് എന്നതിനുള്ള പൊതുവായ അടിസ്ഥാന നിയമങ്ങൾ രൂപീകരിക്കാനും കഴിയണം. വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഭാഗത്ത് വിനയത്തോടുകൂടെ മാറി നിന്നിട്ടുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാർ. നബി റളിയല്ലാഹു അൻഹു മാറി നിന്നയാളാണ്.
മഹാനായ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അന്നത്തെ ചില ആളുകൾക്ക് മഹാനുഭാവൻ ഈ ലെവലിലേക്ക് എത്തിയ മുജ്തഹിദാണ് എന്ന ഒരു വാദം ഉണ്ടായിരുന്നു. അത്രക്ക് വലിയ വിജ്ഞാനം ഉണ്ടായിരുന്നു. മഹാനുഭാവന്റെ മുമ്പിൽ കുറെ മസ്അലകൾ വെച്ചിട്ട് അതിൻ്റെ ചില പ്രത്യേകമായ ക്രമീകരണങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഇതിലെ റാജിഹും മർജൂഹും എന്ന് വെച്ചാൽ ഇതിലെ പ്രമുഖവും ഇതിൽ പ്രാധാന്യമുള്ളതും എന്നാൽ അത്രമേൽ പ്രാധാന്യമില്ലാത്തതും കണ്ടുപിടിക്കുന്ന ഒരു പരീക്ഷണത്തിന് ചില പണ്ഡിതന്മാർ മുതിരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ കൂടെ അവതരിപ്പിച്ചിട്ട് മഹാനുഭാവനോട് ചോദിക്കുന്നു, ഇതൊന്ന് തീർത്തു തരണം. പ്രസിദ്ധമായൊരു വാക്കുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞത്, ഇന്നലെ ഈ ശുഗ്ലൻ യംനഉനി അൻ ദാലിക, എനിക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ പിന്നീട് വരാം. ഇതൊക്കെ അറക്കത്തിടാത്തൊരു കിതാബ് കണ്ടാൽ വായിക്കാൻ പറ്റാത്തവരല്ലെന്ന് നമ്മൾ അറിയണം. ഈ ജിത്തിഹാദിന്റെ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് തന്ന നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളും മറ്റും ആശ്രയിച്ച് ജീവിക്കാനേ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയുള്ള പിൽക്കാല പണ്ഡിതന്മാരെല്ലാവരും നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാതെ ദീനുമായി മുന്നോട്ടുകൊണ്ടുപോകാൻ ഇനി സാധ്യമല്ലെന്ന് പറയുന്നത്. അത്രമേൽ സൂക്ഷ്മമായ പരിപാടിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ നിബന്ധനകൾ തന്നെ വിശദീകരിക്കാൻ എനിക്ക് ഈ ഒരു ക്ലാസ് മതിയാകാതെ വരും. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ളവർ ഫത്ഹുൽ ബാരിയിൽ ലാ യഅലമുഹുന്ന കസീറും മിനൻ നാസ്, അധിക ജനങ്ങളും ഇതറിയില്ല, ബോധവാന്മാരല്ലെന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് അറിയാം, അവരാണ് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഫമനിത്തഖ ശുബ്ഹാത്തി ഇസ്തബ്റഅ ലിദീനിഹി വഇറദിഹി. ഈ വിധി വ്യക്തമല്ലാത്ത കാര്യങ്ങളെ ഒരാൾ സൂക്ഷിച്ച് ജീവിച്ചാൽ അതിൽ നിന്ന് മാറി നിന്നു. ഞാൻ ഉദാഹരണങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവൻ അവൻ്റെ ദീനിനെയും അവൻ്റെ ആത്മാഭിമാനത്തെയും സംരക്ഷിച്ചു. വമൻ വഖഅ ഫി ശുബ്ഹാത്തി, എന്നാൽ ഈ വിധി നിർണയമല്ലാത്ത കാര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ ഖറാഇൻ യർആ ഹൗലൽ ഹിമാ, ഒരു പരിധി, ഒരു നിയന്ത്രണ രേഖ, അതിൻ്റെ തൊട്ടടുത്തിലൂടെ ആടുകളെ മേയ്ക്കുന്ന ആളുകളെ പോലെയാണ്. ഇപ്പോ ഒരു പച്ചക്കറി സമൃദ്ധമായി നിൽക്കുന്ന ഒരു പാടത്തിന്റെ വരമ്പിന്റെ ആ സൈഡിലൂടെ ഒരാൾ ആടിനെ നോക്കാൻ വിചാരിച്ചാൽ എന്താ, പെട്ടെന്ന് ഈ ആട് പച്ചക്കറിക്ക് കടിക്കാൻ സാധ്യത ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. യൂശകു അയ്യൂക്കി, ഈ ആട് പച്ചക്കറിത്തോട്ടത്തിൽ പെട്ടെന്ന് തലയിടാനും കടിക്കാനും നാശം വരുത്താനും സാധ്യതയുണ്ട്. അപ്പൊ ഹറാമ് വ്യക്തമായതിൽ നിന്ന് മാറി നിൽക്കണം, ഹലാല് നമുക്ക് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഇടത്ത് കൂടാൻ ശ്രമിക്കുന്ന ആളുകൾ നല്ല വളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിന്റെ വരമ്പത്തൂടെ ആടിനെ നോക്കുന്നവനെ പോലെയാണ്. ഇത്തിരി ദൂരേക്ക് കൊണ്ടുപോയി അപ്പുറത്ത് ആടിനെ നോക്കുകയാണെങ്കിൽ ഈ തോട്ടത്തിനൊന്നും പറ്റൂല, അല്ലെങ്കിൽ പച്ചക്കറിക്ക് ആട് കടിക്കൂല. ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നം വരൂല. ഇസ്തബ്റഅ ലിദീനിഹി, അവന്റെ ദീനിനെ അവൻ സംരക്ഷിക്കും, അവൻ്റെ ആത്മാഭിമാനത്തെയും സംരക്ഷിക്കും. നേരെ മറിച്ച് അതുമ്മ തന്നെ ആ വരമ്പിലൂടെ തന്നെ ആടിനെ മേയ്ക്കാൻ വിചാരിച്ചാലോ അതിലേക്ക് വീഴാനും ഈ ആടത് കടിക്കാനും നാശം വരുത്താനും സാധ്യതയുണ്ട്. എന്നിട്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അലാ വ ഇന്ന ലികുല്ലി മലികിൻ ഹിമാ, അറിയണേ, ഏതൊരു രാജാവിനും ഒരു നിയന്ത്രണ പരിധി ഉണ്ടാകും. കയറാൻ പറ്റുന്ന സ്ഥലങ്ങളും കയറാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ടാകും. അലാ ഇന്ന ഹിമല്ലാഹി ഫീ അർളിഹി മഹാരിമുഹു, അള്ളാഹുവിൻ്റെ നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ആ ഒരു പരിധിയാണ് ദുന്യാവിലുള്ള ഹറാമുകൾ. അങ്ങോട്ടൊരു മനുഷ്യനും കയറാൻ പാടില്ല. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു പ്രത്യേകമായ മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, അതെങ്ങാനും നന്നായി തീർന്നാൽ ശരീരമാസകലം നന്നായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അത് നശിച്ചാലോ ദ്രവിച്ചാലോ അത് ദുർബലമായാലോ ശരീരമാസകലം നശിച്ചു പോകും. അലാ വഹിയൽ ഖൽബ്, അത് നമ്മുടെ ചിന്താശേഷിയാണെന്നറിയണം. വളരെ വ്യക്തമാണ് ഈ സംഗതി. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ എന്തായാലും നിർബന്ധം. ഹലാലായ കാര്യങ്ങളെ ചെയ്യാവൂ, അതും നമുക്കറിയാവുന്നതാണ്. രണ്ടിൻ്റെയും ഇടയിൽ വിധി നിർണയമല്ലാത്ത, സാധാരണ എല്ലാവർക്കും ബോധ്യമല്ലാത്ത ചില കാര്യങ്ങൾ, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായും ഹറാമിലേക്ക് വന്നു പോകും. ഏതൊരു രാജാവിനും ചില പരിധികളുണ്ട്. ഏതൊരു പ്രജയ്ക്കും പ്രവേശിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ ഇടങ്ങളുണ്ട്. ആ
നിഷേധിക്കപ്പെട്ട ഭാഗങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ സ്വാഭാവികമായും അയാൾ പെട്ടു. പരിശുദ്ധ ഖുർആനിലെ ചില വാക്കുകൾ, ഇപ്പോൾ ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ള പരസ്പര ബന്ധമില്ലാത്ത പദങ്ങളല്ലാത്ത അക്ഷരങ്ങൾ, ഇപ്പൊ ഖാഫ്, നൂൻ, അലിഫ് ലാം മീം, കാഫ് ഹ യ ഐൻ സ്വാദ്, അറബി ഭാഷയിലെ പൗതി അക്ഷരങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഖുർആന്റെ ആമുഖത്തിൽ വന്നു എന്നത് മറ്റൊരു ചർച്ചയാണ്. ഖുർആന്റെ ഇജാസും ഖുർആന്റെ മഹാത്ഭുതവുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങോട്ട് തീരെ പ്രവേശിക്കുന്നില്ല. ഈ അക്ഷരങ്ങളുടെ അർത്ഥം എന്താണ്? രണ്ട് രീതിയിലാണ് പണ്ഡിതന്മാർ ഇതിനെ സമീപിച്ചത്. ഹിജറ 300 വരെയും തഫ്വീദിന്റെ മദ്ഹബ് എന്നാണ് അറിയപ്പെടുക. ഹിജറ 300 വരെയും പൊതുവെ എന്നുവെച്ചാൽ ഇത്തരം അർത്ഥം പെട്ടെന്ന് വ്യക്തമല്ലാത്ത മുതശാബിഹായ പദങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, അതാ തഫ്വീദ് പറഞ്ഞ. തഫ്വീദ് പറഞ്ഞ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ്. പടച്ച റബ്ബിന് അതിനെന്തോ ഒരു മുറാദുണ്ടെന്ന് മനസ്സിലാക്കി നമുക്കത് അറിയില്ലെന്നും അറിയേണ്ട കാര്യമില്ലെന്നും, എന്നുവെച്ചാൽ മതത്തിന്റെ മൗലികമായ ഭാഗങ്ങളൊന്നും അതിലുണ്ടാവില്ല, വിശ്വാസ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. അപ്രകാരം തന്നെ നമ്മുടെ കർമ്മപരമായ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. അത്തരം നമ്മുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ഇത്തരം സംഗതികളെ പടച്ച റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളത് വ്യാഖ്യാനിക്കാൻ നിൽക്കൂല എന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്ന സ്വഭാവമായിരുന്നു ഏകദേശം ഹിജറ 300 വരെ ഉണ്ടായിരുന്നത്. ഇതിനാണ് തഫ്വീദിന്റെ മദ്ഹബ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എല്ലാം റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും അസ്ലമായ ത്വരീഖ്, ഏറ്റവും സുരക്ഷിതമായ മാർഗതാണ്. എന്നാൽ പിന്നീട് വ്യാപകമായ രീതിയിൽ ഇത്തരം പദങ്ങൾ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഖവാരിജുകൾ മുതൽ, സത്യത്തിൽ അവര് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കാലം മുതലുണ്ട് ഖവാരിജുകൾ. ഈ ഉമ്മത്തിലെ ഏറ്റവും കുഴപ്പം പിടിച്ച ഒന്നാമത്തെ അവാന്തര വിഭാഗമാണ് അവർ. സമയാനുസരണം നമുക്ക് അവരെ കുറിച്ച് പരിചയപ്പെടണം. ഈ ഖവാരിജുകൾ മുതൽ ഇത്തരം മുതശാബിഹായ പദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഈ കാര്യങ്ങൾ. പിൽക്കാല പണ്ഡിതന്മാർ അതിനെ യഥാവിധി വ്യാഖ്യാനിക്കാൻ നിർബന്ധിതരായി. പ്രമാണങ്ങളനുസരിച്ച് ഖുർആനും ആയത്തും എടുത്ത് പൂർവികരുടെ ഹുക്കുമുകളൊക്കെ പരിഗണിച്ച് ഇതിന് കൃത്യമായ നമുക്ക് ബോധ്യപ്പെടുന്ന പ്രമാണബദ്ധമായ വ്യാഖ്യാനങ്ങൾ നൽകാൻ അവർ നിർബന്ധിതരായി. എന്തുകൊണ്ട്? ഇത്തരം ആയത്തുകൾ വ്യാഖ്യാനിക്കാതെ യഥാർത്ഥ പണ്ഡിതന്മാർ മാറി നിൽക്കുകയും അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് വിദേഹത്തിന്റെ കക്ഷികൾ മുതലെടുപ്പ് നടത്തുകയും ചെയ്തപ്പോൾ ഇതിനെതിരെ പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് ശരിയായ വ്യാഖ്യാനം നൽകാൻ പണ്ഡിതന്മാർ നിർബന്ധിതരായി. അതിനെയാണ് തഅ്വീലിന്റെ മദ്ഹബ് എന്ന് പറയാം. പൊതുവെ ഹിജറ 300-ന് ശേഷം അതാണ് കാണുന്നത്. ഈ തഅ്വീൽ ഹിജറ 300-ന്റെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഹിജറ 300-ന് ശേഷം തഫ്വീദും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഹിജറ 300 വരെ തഫ്വീദും ഹിജറ 300-ന് ശേഷം തഅ്വീലുമാണ് നമ്മുടെ ജ്ഞാനലോകത്ത് കണ്ടുവരുന്നത്. ഇപ്പൊ ഹിജറ 300-ന്റെ ഒക്കെ ശേഷം ജീവിച്ച ഇമാം മഹല്ലി തങ്ങളും ഇമാം സുയൂത്തി തങ്ങളും തഫ്സീറുൽ ജലാലയിൽ തഫ്വീദിന്റെ മദ്ഹബാണ്. തഫ്വീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലാഹു അലം ബി മുറാദിഹി. ഇപ്പൊ നമ്മൾ ജലാലൈനിയുടെ ഫസ്റ്റ് എടുക്കുക, സൂറത്തു അൽ ബഖറ, അലിഫ് ലാം മീം. എന്താണ് അതിന് ജലാലൈനി നൽകിയ തഫ്സീർ? അല്ലാഹു അലം ബി മുറാദിഹി. എന്താ അതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്നത് റബ്ബിനറിയാവുന്ന. ഇത് തഫ്വീദാണ്. പൊതുവെ പറഞ്ഞാൽ ഹിജറ 300-ന് ശേഷം തഅ്വീലിന്റെ മദ്ഹബാണ്. നമ്മുടെ നാട്ടിലും ലോകാടിസ്ഥാനത്തിൽ തന്നെയും ഇത്തരം ചില പദങ്ങളെ അമാന്യമായി ദുർവ്യാഖ്യാനിച്ചാണ് പലരും മതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഇസ്തവ അലൽ അർശ്, അള്ളാഹു അർശിനുമേൽ ഇസ്തിവാ നടത്തി. പൂർവികരാവുന്ന പണ്ഡിതന്മാർ എന്താണ് ഇസ്തിവാ അവർ വിശദീകരിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇമാം മാലിക് തങ്ങൾ ബഹുമാന്യരാവുന്ന ഇമാം മാലിക് തങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മല്ലിസ്തിവാഉ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇസ്തവാ അലൽ അർശി, അർശിനുമേൽ പടച്ച റബ്ബ് ഇസ്തിവാ നടത്തി എന്ന് ഖുർആനിലുണ്ടല്ലോ. എന്താ അൽ ഇസ്തിവാ? തഫ്വീദിന്റെ മദ്ഹബിന് പ്രാധാന്യം കൊടുത്തിരുന്ന, അതിൽ മാത്രം ജീവിച്ചിരുന്ന, പ്രാധാന്യം കൊടുക്കുന്ന മാത്രമല്ല അത് മാത്രം പ്രയോഗിച്ചിരുന്ന ഇമാം മാലിക് തങ്ങൾ അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട്. അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ ഉണ്ടെന്നറിയാം. വൽ കൈഫ് മജ്ഹൂലുൻ, എന്താ അതിന്റെ രൂപം, അതിന്റെ അർത്ഥം അത് നമുക്കറിയില്ല. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതേക്കുറിച്ച് കുത്തി ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ബിദ്അത്താകുന്നു. നോക്കുങ്ങൾ, ഇതാണ് തഫ്വീദ്.
അല്ലാഹു അഅലം ബി മുറാദിഹി, അതിൻ്റെ താല്പര്യം എന്തെന്ന് റബ്ബിനറിയാമെന്ന് റബ്ബിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഏറ്റവും അസ്ലമായ ത്വരീഖ്, സുരക്ഷിതമായ മാർഗം. നമ്മുടെ നാട്ടിലും കുറെ കാലം മുന്നേ മുതലുള്ള വിദേഹത്തുകാരും ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. ഇസ്തവ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കേറിയിരുന്നു, ആസനസ്ഥനായി എന്നൊക്കെയാണ് അർത്ഥം. ഇസ്തവ കേറിയിരുന്നു, ആസനസ്ഥനായി. അവർ ഈ ആയത്ത് നേരത്തെ പറഞ്ഞ സൂറത്തു ആലിമ്രാനിലെ 7-ാമത്തെ വചനത്തിലുള്ള ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഇബ്തിഗാ അൽ ഫിത്ന, പ്രശ്നം ഉദ്ദേശിച്ചുകൊണ്ടും അവർ ഇതിലേക്ക് ഊളിയിടാൻ ശ്രമിച്ചു. അങ്ങനെ അവരുടെ ഡിക്ഷണറി അനുസരിച്ച് അവരർത്ഥം വെച്ചു, ഇസ്തവാ അലൽ അർശി, അള്ളാഹു അർശിനു മേലിൽ കയറിയിരുന്നു. ഇസ്തവാ അലൽ അർശ്, അള്ളാഹു അർശിനു മേൽ കയറിയിരുന്നു. അർശ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ എന്തോ ഒരു വലിയ സംവിധാനമാണെന്ന് മാത്രം നമുക്കറിയാം. അതൊരു കസേരയാണോ? അതിൻ്റെ ലക്ഷ്യം എന്താണോ? അതിൻ്റെ വലുപ്പം എത്രയാണ്? അർശും കുർസും ഒക്കെ ഒരു വലിയ സംഭവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ അർശിനോട് കമ്പയർ ചെയ്ത് നോക്കിയാൽ വലിയൊരു തളികയിലുള്ള കടുകുമണിക്ക് തുല്യം. എന്തിനാ പടച്ച റബ്ബ് ഇജാതി ഒരു മഹാസംഭവം സൃഷ്ടിച്ചത്? അവന്റെ അമേയമായ ഖുദ്റത്തിന്റെ പ്രകടനമായിട്ട് മാത്രം. അതുകൊണ്ട് അവൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ഹദീസിലും ഖുർആനിലും വ്യക്തമായി വന്നത് മാത്രം വിശ്വസിക്കാൻ നമ്മൾ കടമ ഉള്ളവരാണ്. ഈ മഹാപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സംഗതികളൊന്നുമല്ലല്ലോ. ആകെ 9-ൽ നിന്ന് 8-ലേക്ക് പോന്ന ഗ്രഹങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതാനും ചില ഗാലക്സികളും അതിലുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. കുള്ളൻ ഗാലക്സിയിൽ പോലും 1000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാകും. വലിയ ഗാലക്സിയിലോ 1,00,000 കോടിയിലേറെ നക്ഷത്രങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ 20,000 കോടി ഗാലക്സികളുടെ കൂട്ടം ലോകത്തുണ്ടെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ആകാശങ്ങൾ, അതിനുമപ്പുറത്ത് മറ്റു പല സംഭവങ്ങളും. ഇതിനെയെല്ലാം ആവരണം ചെയ്തോ മറ്റോ നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കുർസി, അള്ളാഹുവിൻ്റെ അർശ്. മനുഷ്യന് പാർക്കാൻ ഈ ഭൂമി മാത്രം പോരെ എന്ന് ചോദിക്കും. അത് മാത്രം മതിയാവും പടച്ച റബ്ബ് അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അള്ളാഹു ഈ ലോകത്തെ പടച്ചത് ഈ വിധത്തിലൊക്കെയാണ്. അതെന്തിനാവണം? പടച്ച റബ്ബിൻ്റെ ഖുദ്റത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടി. ഞാൻ അറിയപ്പെടാത്തൊരു വലിയ സംഭവമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. കുന്തു കൻസൻ മക്കനിയൻ ഫഅറത്തു അൻ ഉഅറഫ്, അറിയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. ഫഖലഖ്തുൽ ഖൽഖ്, അപ്പം ഞാൻ സൃഷ്ടികളെ പടച്ചു എന്നാണ്. അപ്പൊ എന്തിനാണ് അള്ളാഹു അർശ്, എന്തിനാണ് അള്ളാഹുവിന്റെ കുർസ്? പടച്ച റബ്ബിന് അറിയാമെന്നതാണ് അതിന്റെ യഥാർത്ഥ ഉത്തരം. ഈ അർശിൽ പടച്ച റബ്ബ് ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ആസനം വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ബുദ്ധിപരമായും പ്രമാണബദ്ധമായും ഈ വാദത്തെ അടിച്ചു നിരത്തുന്നുണ്ട്. മഹാനുഭാവൻ ചോദിക്കുന്നത് കസേരയിൽ ഇരുന്നു എന്നാണോ അർത്ഥം? അങ്ങനെയാണെങ്കിൽ കസേരയെ അള്ളാഹു ആശ്രയിച്ചു എന്നല്ലേ അതിൻ്റെ ആശയം? അപ്പൊ അള്ളാഹു സ്വമദ്, ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ് റബ്ബ് എന്ന് പറഞ്ഞതിന് അത് വിരുദ്ധാവില്ല എന്നാണ്. കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. ആ കസാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം, ഒരു സ്പേസ് ഉണ്ട് എന്നല്ലേ. അവ പടച്ച റബ്ബിന് ജിഹത്ത് സ്ഥാപിക്കലായില്ലേ? അള്ളാഹുവിന്റെ ജിഹത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ദീനിന്ന് പുറത്താവില്ലെന്ന് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കസാരയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അള്ളാഹു ഒരു ജിസ്മാണ് എന്ന് വരൂലേ എന്നാണ്. അള്ളാഹു ജിസ്മാണെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമല്ലേ എന്നാണ് മഹാനുഭാവന്റെ ചോദ്യം. ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വിദേഹത്തുകാരൊക്കെ ആശ്രയിക്കുന്ന പണ്ഡിതൻ മുജസ്സിമ, കുറേ പണ്ഡിതന്മാർ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? യൻസുലു റബ്ബുനാ തബാറക വ തആല കനുസൂലി ഹാദാ, ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ റബ്ബ് ഇറങ്ങി വരുന്ന അയാൾ പറഞ്ഞു. മിമ്പറിൽ നിന്ന് ഞാൻ ഇറങ്ങി വരും പോലെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ എന്നെപ്പോലൊരു ദാത്തും എന്നെപ്പോലൊരു ജിസ്മും അള്ളാഹുവിനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് ജിസ്മുണ്ടെന്ന് വാദിക്കുന്നവർ മുജസ്സിമീങ്ങളാകുന്നു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ അൽ മിനലുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന എന്ന് പറയുന്ന കിതാബിലുള്ള വാക്കാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. ഫബഅദുഹു നസബഹു ഇലൽ തജ്സീം, കുറേ ആളുകൾ അദ്ദേഹം മുജസ്സിമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹു ഇറങ്ങുക നുസൂലി ഹാദാ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന് കയ്യ് കാല് പോലെയുള്ള അവയവങ്ങളൊക്കെ സ്ഥാപിച്ച് ഇപ്പോഴും ആ വിഷയത്തിൽ ഗംഭീരമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്.
ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഗവേഷണാന്ത്യവും അവർ പടച്ച റബ്ബിൻ്റെ ഓരോ പാർട്സുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടികൾക്ക് സമാനനായ ഒരു റബ്ബിനെ അവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ എന്താണ് പറഞ്ഞത്? സൂറത്ത് ശൂറായുടെ 11-ാമത്തെ വചനം, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമേയില്ല. മാ ഖത്തറ ഫീ ബാലിക അല്ലാഹു സിവാ ദാലിക, നിന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ച് എന്ത് തോന്നലുണ്ടാകുന്നോ റബ്ബ് അതല്ലാത്ത മറ്റൊന്നാണെന്ന് അറിഞ്ഞിരിക്കണമെന്ന് പൂർവിക പണ്ഡിതന്മാർ. അപ്പൊ ആരാണ് ആദ്യം ഈ തഅ്വീല് വയ്ക്കാനും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രത്യക്ഷരായത്? അവർ ബിദ്അത്തുകളിൽ ഒന്നാമന്മാരാകുന്ന ഖവാരിജുകളാണ്. അവരുടെ ഉദ്ഭവം എങ്ങനെയാണ്? ഹുനൈൻ യുദ്ധത്തിന് അനന്തരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്ത് ഓഹരി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഖവാരിജുകളുടെ അടിസ്ഥാന നേതാവായിട്ടുള്ള ദുൽഹുവൈസറ എന്ന് പറയുന്ന മനുഷ്യൻ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട്, എഴുതിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ, നീതി കാണിക്കണം മുഹമ്മദേ, താങ്കൾ അത് ചെയ്യുന്നില്ല, താങ്കൾ നീതി കാണിക്കുന്നില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ കോപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അയാളങ്ങോട്ട് ശരിയാക്കട്ടെ എന്ന് ചോദിക്കുന്നു. മറ്റൊരു റിവായത്ത് പ്രകാരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഞാൻ അയാളുടെ കഥ കഴിക്കട്ടെ എന്ന് റസൂൽ തങ്ങളോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരോടും, കാരണം രണ്ടാളും ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇബ്നു കസീറൊക്കെ അതിനെ ജമ്പ് ചെയ്യണത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഖാലിദ് തങ്ങളാണ് ചോദിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എഴുതിൽ യാ മുഹമ്മദ് ഫഇന്നക ലം തഅദിൽ, നീതി കാണിക്കണം, മര്യാദ കാണിക്കണം, ഹുനൈൻ യുദ്ധത്തിൻ്റെ അനുബന്ധമായിട്ട്, അല്ലെങ്കിൽ താങ്കൾ നീതി കാണിക്കുന്നില്ല എന്ന് പറയുന്ന ദുൽഹുവൈസറ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഈ മനുഷ്യൻ അള്ളാഹിന്റെ റസൂലിനോട് ഇவ்விதം ഒരു വൃത്തികേട് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നു, മഹാനായ ഖാലിദ് ബിൻ വലീദ് തങ്ങൾ എഴുന്നേൽക്കുന്നു. രണ്ട് റിവായത്തും രണ്ടുപേരും അങ്ങനെ പറയാൻ സാധ്യത ഉണ്ടെന്നാണ് വലാ ബുഅദ ഫിൽ ജംഇ എന്നാണ് ഇത് സംബന്ധമായി ഇബ്നു കസീർ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൊല്ലാൻ പാടില്ല, ദഅഹു, ഇയാളെ ഉപേക്ഷിക്കുക, ഫഇന്നഹു യഖ്റുജു മിൻ ഈ മനുഷ്യന്റെ മിൻ ജൻസിഹി, ഇദ്ദേഹത്തിന്റെ വർഗത്തിൽ നിന്ന് പുറത്തു വരും ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ. എന്താണ് അവരുടെ പ്രത്യേകത? ഇവരുടെ നിസ്കാരവുമായി നിങ്ങളുടെ നിസ്കാരത്തെ താരതമ്യം ചെയ്താൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല. അവരുടെ നോമ്പുമായി നിങ്ങളുടെ നോമ്പിനെ താരതമ്യം ചെയ്താൽ, സഹാബാക്രാമിനോടാണ് മുത്ത് റസൂൽ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്കൂളിൽ നിന്ന് ദീന് പഠിച്ച സഹാബികളോടാണ് അള്ളാഹിന്റെ റസൂൽ പറയുന്നത്. നിങ്ങളുടെ നിസ്കാരം ഇവരുടെ നിസ്കാരമായിട്ട് കമ്പയർ ചെയ്താൽ അതൊന്നുമല്ല. നിങ്ങളുടെ നോമ്പ് ഇവരുടെ നോമ്പുമായി ചേർത്ത് നോക്കിയാൽ അത് തീരെ ഒരു ഗുണം പിടിച്ചതായിട്ട് തോന്നൂല. അവരുടെ ഓത്തും നിങ്ങളുടെ ഓത്തും നോക്കിയാൽ അവരുടെ ഓത്ത് എന്തായിരിക്കും എന്നറിയാവോ? പക്ഷെ എന്താ പ്രശ്നം? ഈ ചാപത്തിൽ നിന്ന് അമ്പ് പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. അവർ ഈ ബില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. പോത്ത് കണ്ടാൽ ഭയങ്കരമായിരിക്കും, താടി കണ്ടാൽ, വേഷം കണ്ടാൽ, നീളം കുപ്പായം, ഇത്രയ്ക്ക് വലുപ്പമുള്ളൊരു അറാക്കും കൊള്ളി എപ്പോഴും ഉണ്ടാകും. മനുഷ്യരെ അലോസരപ്പെടുത്തിക്കൊണ്ട് ട്രെയിനിലൊക്കെ അവർ വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. ആ മേഖല അവർ അവരുടേതാക്കും. അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോകലുമായിട്ട് മനുഷ്യന് സ്വസ്ഥത നശിപ്പിക്കും. വായത്തോതി വഴലറിയണത് കേട്ടാൽ നിങ്ങളുടെ വഴലൊന്നുമല്ല എന്ന് വരും. താടിയുടെ നീളം കണ്ടാൽ നിങ്ങളൊന്നും തീരെ ഇതിന് പറ്റൂല എന്ന് തോന്നിപ്പോകും. സഹാബത്തിനോടാണ് മുത്ത് റസൂൽ ഇത് പറയണത്. സഹാബത്തിനോടാണ് ഹബീബായ നബി തങ്ങൾ ഇത് പറയണത്. നിങ്ങളുടെ നിസ്കാരം അവരുടെ നിസ്കാരത്തിന്റെ പ്രകടനങ്ങളുമായി കൂട്ടി നോക്കുമ്പോൾ ഒന്നും ആവില്ല എന്ന്. നിങ്ങളുടെ നോമ്പ് ഒരു നോമ്പ് വിൽക്കുന്നത് കണ്ടാൽ വമ്പുറ്റ നോമ്പാന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ പ്രകടനങ്ങൾക്കപ്പുറം, പ്രകടന പരതയ്ക്കപ്പുറം, ഈ റിയാഇനപ്പുറം, ഈ ലോകമാന്യത്തിനപ്പുറം ദീനിൽ നിന്നവർ അമ്പ് ബില്ലിൽ നിന്ന് ചാപത്തിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും. ഇവരാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ബിദ്അത്തുകാർ. പിന്നീട് വന്ന എല്ലാ ബിദ്അത്തുകാരും ഇവരിൽ നിന്ന് അംശം സ്വീകരിച്ചവരാണ്. ഇവരുടെ ആദർശം കുറച്ചും കൂടുതലുമായിട്ട് അവരുടെ ജീവിതത്തിലേക്കും ആദർശത്തിലേക്കും കൂട്ടിച്ചേർത്തവരാണ്. ആ പിൽക്കാല പണ്ഡിതന്മാർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് വ്യാപകമായി പ്രവേശിക്കേണ്ട ഒരു കാര്യം ഇപ്പം അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഹലാല് വ്യക്തമാണെന്ന് ഖുർആൻ പറയുന്നു, ഹറാം വ്യക്തമാണെന്ന് ഖുർആൻ പറയുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വേണ്ട വിധം സോദാഹരണം നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നു. ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ്? നമുക്ക് 100% ഉറപ്പില്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് വിധി കൊടുക്കുകയല്ല ചെയ്യണം. നമുക്ക് 100% ഉറപ്പില്ല, സാവകാശം കാണിക്കണം. അത് സംബന്ധമായി വിവരമുള്ള ഏതെങ്കിലും പണ്ഡിതനോട് അന്വേഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രന്ഥം പാരായണം ചെയ്തിട്ട് അത് സംബന്ധമായ മസല കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഫത്ഹുൽ മീൻ മുതഅല ചെയ്യണം, ഖുലാസ ഫത്ഹുൽ മീൻ ഓതണം. എല്ലാ കാര്യങ്ങളും ലളിതമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഖുലാസ എന്നൊക്കെ പറയുന്ന ബഹുമാന്യരാകുന്ന കോടമ്പോയ ഉസ്താദിന്റെ ഒരു കിതാബുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ ദർസ് പള്ളിയും നമ്മുടെ പ്രാദേശിക സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നമ്മൾ വളരെ നിഷ്ഠയോടുകൂടെ നിർവഹിക്കണം. ഞാൻ ഗൾഫ് യാത്രയിൽ ഫത്ഹുൽ മീൻ്റെ ദർസിന്റെ ഉദ്ഘാടനം കണ്ടു. എന്നെ ആയിരുന്നു അവരതിന് വിളിച്ചത്. ഞാൻ അവരോട് നിർദ്ദേശിച്ചു, ഫുള്ള് സാധാരണക്കാരാണ്, അവർക്ക് നല്ലത് ഖുലാസ ഫത്ഹുൽ മീനാണെന്ന്. ഫത്ഹുൽ മീൻ ഓതി വരുമ്പോൾ അതിൽ ഓരോ പദവും ഓരോ അത്ഫ് ചെയ്യൽ പോലും ഓരോ മസലയായിരിക്കും. ബഹുമാന്യരാകുന്ന ഉസ്താദൊക്കെ വിശദീകരിക്കുമ്പോഴാണ് എന്താ ഫത്ഹുൽ മീൻ നമുക്ക് മനസ്സിലാകുക. ഒരു അത്ഫ് ചെയ്യുന്നിടത്ത് പോലും ഒരു മസലയുണ്ടാകും. ഫത്ഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു വജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്തവി കുതുബു. മറ്റു കിതാബിലൊന്നും ഇല്ലാത്ത കുറേ സംഗതികൾ ഫത്ഹുൽ മുഈനിലുണ്ടെന്നാണ്. പക്ഷെ അത് സാധാരണ നഹ്വും സർഫൊന്നും പഠിക്കാത്ത സാധാരണ ഒത്തുകാർക്ക് അത് അത്രമേൽ ദഹിക്കാനോ അതിൽ നിന്ന് ആശയം ഗ്രഹിക്കാനോ സാധ്യത കുറവായിരിക്കും. അത്തരം ആളുകൾക്ക് ഫത്ഹുൽ മീൻ അടക്കമുള്ള നമ്മുടെ പൂർവികമായ ഗ്രന്ഥങ്ങളിലെ കഴമ്പ് ലളിതമായി വിശദീകരിക്കുന്ന ഖുലാസ ഫത്ഹുൽ മീൻ പോലെയുള്ളത് ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പ്രാദേശിക സംവിധാനങ്ങൾ, ഉസ്താദുമാർ, ഖത്തീബുമാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് 4-5 ആളുകൾ ചേർന്ന് അതൊന്ന് ഓതി തീർക്കണതെങ്കിലും വളരെ നല്ലതാണ്. പണ്ട് മദ്രസയിൽ നിന്ന് പഠിച്ച ഫിഖ്ഹ നമ്മുടെ മുമ്പിലുള്ളത്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. അങ്ങനത്തെ സംവിധാനമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പം 2-3 രീതികളാണ് കാണുന്നത്. ഒന്നുകിൽ മൂപ്പരാളാണ് തീരുമാനിക്കും ഇതന്നെ ആയിരിക്കും അതിൻ്റെ മസലാന്ന്. രണ്ടാമത്തെ കുറച്ചുകൂടെ മാരകമായ അബദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു രീതി, AI കുറേ സംവിധാനങ്ങളുണ്ട്, അവയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ജെമിനിക്ക് വിട്ടുകൊടുക്കുക, അവർ പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AIനോട് ചോദിക്കുക, ഏതെങ്കിലും ഒരു ചാറ്റ് GPTയോട് ചോദിക്കുക. അപ്പോൾ അവർ മസല പറഞ്ഞു തരും, അതനുസരിച്ച് ജീവിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറ്റവും വലിയൊരു അബദ്ധത്തിലേക്ക് നമ്മൾ പോകുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിധി നിർണയമല്ലാത്ത ഒരു കാര്യത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ആ നിറഞ്ഞു വളഞ്ഞു നിൽക്കുന്ന തോട്ടത്തിലേക്ക് ആട് പ്രവേശിക്കാനും അത് കടിക്കാനും നശിപ്പിക്കാനും സാധ്യതയുള്ളതുപോലെ നമ്മുടെ ആത്മാഭിമാനത്തിലേക്ക്, നമ്മുടെ ദീനിലേക്ക് നമ്മൾ തന്നെയും തുരങ്കം നിർമ്മിക്കുകയാണ്. പരമാവധി പരിസരത്തുള്ള സ്രോതസ്സുകൾ പരിശോധിക്കും ഈ AI സംവിധാനങ്ങളൊക്കെ. അവർക്ക് പറ്റും വിധത്തിലുള്ള ഒരു മസല അവർ പറയും ചെയ്യും. അതിനെ വല്ലാതെ ആശ്രയിച്ച് അത് മതി ഇനി എല്ലാം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനോട് അതൊന്ന് എങ്ങനെയെങ്കിലും അയാൾക്ക് ബോധ്യപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലത് സെർച്ച് ചെയ്യാം എന്ന് പറഞ്ഞൊരു ട്രെയിൻ യാത്ര ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എൻ്റെ വലിയ മോൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ആളെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുന്നതാണ്. റെഡിയല്ലേ എന്നും പറഞ്ഞ് മൂപ്പരാൾ സെർച്ച് ചെയ്തു. എൻ്റെ റബ്ബെ, അവൻ്റെ അത്ര പോലെ ഒരു ആലിമോ പ്രഭാഷകനോ എഴുത്തുകാരനോ പണ്ഡിതനോ കേരളത്തിൽ ഇല്ല എന്നുള്ള വിധം അവനെക്കുറിച്ച് ദീർഘമായ പ്രബന്ധം വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, ആളിപ്പോൾ +1 പഠിക്കണുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ +1 പഠിക്കണുള്ളൂ. മൂപ്പരത്ര പോകുന്ന ഇൽമുള്ള ഒരാളില്ല, ഭയങ്കര പ്രഭാഷകൻ, ഭയങ്കര അത് ഇതെന്നും പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒരു വലിയ പണ്ഡിതനെ പറ്റി പറയാൻ പറ്റുന്ന വിശേഷണങ്ങളെല്ലാം വന്നു. കിതാബോത്ത് തുടങ്ങിയിട്ടുള്ള ആ കുട്ടീനെ കുറിച്ച്. ഇതെങ്ങനെങ്കിലും ഇവനൊന്ന് ബോധ്യപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു. അപ്പം നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? പണ്ഡിതോചിതം സമീപിക്കണം. തഹ്ഖീഖുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം. ആ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. ഏതെങ്കിലും കാണുന്ന ഒരാളോട് ചോദിച്ചിട്ട് വശം കെടാൻ പാടില്ല. പ്രത്യേകിച്ച് പുതിയ പുതിയ മസലകൾ, അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയില്ലെന്ന് പറയാൻ യോഗ്യതയുള്ള പണ്ഡിതൻ കൂടെ ആവണം. അതൊരു മോശമാണ്, നമ്മൾ ആരും മനസ്സിലാക്കരുത്. നമ്മുടെ കുട്ടി എന്തോ നമ്മളോട് ചോദിച്ചു, അപ്പം നമ്മൾ ഉത്തരം പറഞ്ഞെടുത്തു, എന്താണെന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ, നമ്മളൊക്കെ ആദരിച്ചു കൊണ്ടെടുക്കുന്ന ഒരു സഹോദരൻ നമ്മളോട് ഒരു മസല ചോദിച്ചു, അപ്പം നമ്മളോട് പറഞ്ഞു കൊടുത്തു, ഇല്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതിയിട്ട് ആ വിധത്തിലേക്ക് നമ്മൾ തരം താഴാൻ പാടില്ല. അറിയില്ല എന്ന് പറയുന്നത് നല്ലൊരു ഇൽമാണെന്ന് നമ്മൾ അറിയണം.
ഇമാം മാലിക് തങ്ങളോട് 40 മസ്അലയെ കുറിച്ച് ചോദിക്കുമ്പോൾ മൂപ്പരാൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂപ്പർക്ക് എന്തെങ്കിലും കുറവ് വന്നോ? വൈജ്ഞാനിക ലോകത്ത് മൂപ്പർക്ക് എന്തെങ്കിലും അപശ്രുതി ഉണ്ടായോ? ഇമാം മാലിക് തങ്ങളാണ് ഇമാമുന ഷാഫി തങ്ങളുടെ ഉസ്താദ്. മുവത്ത എന്ന് പറയുന്ന വലിയ ഹദീസ് ഗ്രന്ഥത്തിന്റെ സമാഹർത്താവ്. അറിയണം, 40 മസ്അല ചോദിക്കുമ്പോൾ എനിക്കത് അറിയില്ല. ലാ അദിരി എന്ന് മൂപ്പരാൾ പറയുന്നുണ്ട്. തീരെ അറിയാത്തതുകൊണ്ടല്ല, വിനയം കൊണ്ടാവാം, അല്ലെങ്കിൽ ആ സമയത്ത് അത് പറയുന്നത് അത്രമേൽ യോജിക്കാത്തത് കൊണ്ടാവാം, ഈ ചോദിക്കുന്ന ആൾക്ക് ദുരുദ്ദേശങ്ങളുള്ളത് കൊണ്ടാവാം, ഒന്നുകൂടെ കറക്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിച്ചാവാം. എന്നാലും മൂപ്പരാൾ 40 മസ്അലയെ കുറിച്ചിട്ട് എനിക്കത് അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട 5 മസ്അല എന്നെ പഠിപ്പിച്ചത് ബാർബറാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. കുറച്ച് വിനയം വേണം. ഹജ്ജുമായി ബന്ധപ്പെട്ട 5 മസ്അലകൾ എന്നെ പഠിപ്പിച്ചത് അവിടെയുള്ള ഒരു ശുരകനാണെന്ന് മഹാനുഭാവൻ പറയുന്നുണ്ട്. അപ്പൊ അതൊരു മോശമാണോ? അല്ല, അഭിമാനം കൂടും. നമ്മൾ ചോദിച്ച ആൾക്ക് നമ്മളെക്കുറിച്ച് വിശ്വാസം കൂടും. എനിക്കത് പറയില്ല, ഞാനൊന്ന് കൺഫേം ചെയ്ത് പറയാമെന്ന് അദ്ദേഹത്തോട് നമ്മൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ വിശ്വാസം തോന്നും മൂപ്പരാൾക്ക്. അങ്ങനെ തീർത്തായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ സ്വന്തം തീരുമാനിക്കുന്ന രീതി ശരിക്കും പഴമാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദീനിന്റെ കാര്യം നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് മറ്റൊരു തെറ്റാണ്. ഈ വിഷയത്തിൽ തഹ്ഖീഖ് ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട പണ്ഡിതന്മാരെ സമീപിക്കണം. എത്ര മസലുണ്ട്, നമ്മൾ സ്വയം തീരുമാനിക്കണം, അതൊന്നും കുഴപ്പമില്ല. അവിടെയാണ് അവർ പരാജയപ്പെടുമെന്ന ഈ ഹദീസിനെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആലോചിച്ച് നോക്കൂ, നമ്മുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പേയ്മെന്റ് ഏതൊക്കെ രീതിയിൽ നടത്താൻ പറ്റും? റെഡി ക്യാഷ് കുഴപ്പമൊന്നുമില്ല അല്ലേ? വസ്തുക്കൾക്ക് പകരം വസ്തു കൊടുക്കുന്ന പണ്ടത്തെ ബാർട്ടർ സംവിധാനം, അതിനും കുഴപ്പമില്ല. അത് ലോകത്താകെ പ്രായോഗികമല്ല എന്ന് മാത്രം. നമ്മൾ ചെക്ക് സംവിധാനങ്ങൾ, നമ്മുടെ പൈസ എത്ര ഉണ്ട്, ഇന്നയാളുടെ കയ്യിൽ, ബാങ്കിന്റെ കയ്യിൽ ഇത്ര പൈസ നമ്മുടേതുണ്ട് എന്നതിനൊരു റെസിപ്റ്റ് തരുന്നതാണ് ഈ ചെക്ക്. അത് കൊടുത്തിട്ട് ഇടപാട് നടത്തുന്നതിന് തകരാറൊന്നുമില്ല. കാരണം നമ്മുടെ സംഖ്യ എത്ര ഉണ്ട് എന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നേടാമെന്നതിനുമുള്ള ഒരു രേഖയാണ് ഈ കൊടുക്കുന്നത്. അത് തിരക്കടൊന്നുമില്ല. നമ്മുടെ ഡെബിറ്റ് കാർഡുകൾ പലിശയൊന്നും വരാത്ത വിധത്തിലുണ്ടെങ്കിൽ അതിന് തിരക്കടൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡുകൾ ഒരു ഇസ്ലാമിക ഫിനാൻസ് സംവിധാനത്തിലല്ലാതെ അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ? എന്താ, നമ്മൾ പിന്നെ പൈസ കൊടുക്കുന്ന കരുതിയിട്ട് കടല്ലേ? അങ്ങനെ നമ്മളിങ്ങനെ ഗവേഷണം നടത്തിയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും മെമ്പർമാരെയും വിളിച്ചുകൊണ്ടിരിക്കും ബാങ്കുകാർ. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾ പാൻ കാർഡുമായിട്ട് വന്നാൽ മതി, അങ്ങനെ ചെയ്യുക 10 ലക്ഷം വരെ നിങ്ങൾക്ക് പൈസ അല്ലാതെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താമെന്നും പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. ഈ ക്രെഡിറ്റ് കാർഡ് ഒരു ഇസ്ലാമിക ഫിനാൻഷ്യൽ സംവിധാനത്തിൽ ഹലാലായ രീതിയിൽ സംവിധാനിച്ചിട്ട് റിസ്ക്കാണത്. അങ്ങനെയൊക്കെയുള്ള ഒന്നാണെങ്കിൽ തൽക്കാലം അതേക്കുറിച്ച് നമ്മൾ പറയണ്ട. നിലവിലുള്ള ഈ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് ഇന്ന സമയം വരെ ഇത്ര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അത് ഇത്ര സമയത്തിനുള്ളിൽ അടച്ചിരിക്കണം, അടക്കുന്നില്ലെങ്കിൽ ഫൈൻ ഇത്ര വേണ്ടി വരും എന്ന് പറയുന്നതോടുകൂടെ കടം തരുന്നതിന് അവരൊരു ഉപകാരം കണ്ടീഷൻ വെക്കുന്നു. നമുക്കത് ആശ്രയിക്കാൻ പറ്റാതെയാകും. കടം തരുന്നതിന് അവർക്കൊരു ഉപകാരപ്പെടുന്ന ഒരു സംഗതി അവർ അതിൽ കണ്ടീഷൻ വെക്കാണ്. കടത്രയും കൊടുക്കാം, കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വർധനവും കൊടുക്കാം. ഒരാൾ വളരെ ആവശ്യമായൊരു ഘട്ടത്തിൽ നമുക്കൊരു 1 ലക്ഷം രൂപ കടം തന്നു, അദ്ദേഹത്തിനും ആവശ്യമുള്ളൊരു സമയമായിരുന്നു അത്. പക്ഷെ നമ്മളെ ബുദ്ധിമുട്ട് കണ്ടിട്ട് മൂപ്പരാൾ കടം തന്നു. ഈ കടം 1 ലക്ഷം തിരിച്ചു കൊടുക്കുമ്പോൾ 1,10,000 കൊടുത്താൽ ഈ 10,000 സുന്നത്താ, നല്ല കാര്യമാണ്. വേണമെങ്കിൽ പറ്റുമെങ്കിൽ കൊടുക്കാം. നമുക്ക് 1,05,000 കൊടുത്തു, ഒരു 5,000 റുപ്യ നിന്റെ പൈസ കുറെ എൻ്റെ കയ്യിൽ കെട്ടിക്കിടന്നതല്ലേ, അപ്പൊ നിനക്കതുകൊണ്ടുള്ള ഉപകാരമൊക്കെ നശിച്ചു പോയില്ലേ, അതുകൊണ്ട് നീ എടുത്തോന്നും പറഞ്ഞ് സന്തോഷത്തിന് 1,10,000 കൊടുത്താൽ അത് നല്ല കാര്യമാണ്. കടം കൊടുക്കണമെന്ന് നേരാവണ്ണം തിരിച്ചു കൊടുത്താൽ തന്നെ വലിയ നന്മയാണ്. പുതിയ കാലത്ത് നമ്മൾ അതാ പറയേണ്ടത്. ശരിക്കും കടം കൊടുത്താൽ അതൊന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു നന്മയാണ്. ഈ കടം കൊടുത്ത ആള് മഹാസാധു, ഓനെന്തോ ഒരു അപരാധം ചെയ്ത പോലെ പിന്നെ ഇയാളെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം,
പലജാതി ഹിക്കുമത്ത് പറയണം, ഇടക്കിടക്കിടക്കിടക്ക് മാനം കെട്ട് വിളിച്ചുകൊണ്ടിരിക്കണം. മൂപ്പരാളൊരു 10 വിളിയൊന്നും വിളിച്ചാൽ ഫോൺ എടുക്കൂല. പിന്നെ വേറെ ഏതെങ്കിലും അറിയാത്ത നമ്പറൊന്നൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം എനിക്കിൻ്റെ പൈസ വേണ്ടിയെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചൂടാവും. എന്നോടല്ല ഞാൻ പറഞ്ഞത് തരാന്ന്. എന്താ വെച്ചാൽ ഇവനെന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ് പിന്നെ സമീപനം. സത്യത്തിൽ കടം വാങ്ങിയ അയാൾ ഇന്ന ദിവസം കൊടുക്കാന്ന് പറഞ്ഞാൽ അന്ന് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അന്ന് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി അന്ന് കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഇയാളുടെ സമ്മതത്തോടു കൂടെ മറ്റൊരു ഡേറ്റ് വാങ്ങണം. നമ്മളിപ്പോൾ അതിൻ്റെ അപ്പുറമാണ് പറയണത്. കടം 1 ലക്ഷം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ 1,10,000 കൊടുക്കണം എന്നപ്പം ഈ പറയണത്. ആ ഉള്ള പൈസ തന്നെ നേരാവണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 10,000 കൊടുക്കണതിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. 10 കൊല്ലം മുന്നേ 1 ലക്ഷം വാങ്ങിയയാൾ ഇപ്പോൾ 1 ലക്ഷം തിരിച്ചു കൊടുക്കുകയാണ് സങ്കല്പിച്ചോളൂ. 10,000 കൊടുത്തിട്ട് എന്താ കാര്യം? 10 വർഷം മുന്നേ ഒരു പവൻ സ്വർണത്തിന് ചിലപ്പോൾ 35,000 റുപ്യ ആയിരിക്കും. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം കവിയും. അപ്പം അന്നത്തെ 1 ലക്ഷം കൊണ്ട് 3 പവൻ സ്വർണം വാങ്ങായിരുന്നു. ഇപ്പോഴത്തെ 1 ലക്ഷം അയാൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതുകൊണ്ട് 1 പവൻ കഷ്ടിച്ചേ കിട്ടുള്ളൂ. അപ്പം എന്തൊരു നഷ്ടമാണ് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ. അപ്പം ചെറിയൊരു ആശ്വാസത്തിന് 1,10,000 കൊടുക്കാന്നാ പറയണത്. ഇത് സുന്നത്തുമാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ 1 ലക്ഷം കടം തരാം, 1 മാസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു തരുമ്പോൾ 1,10,000 വേണം എന്ന് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ കടം വാങ്ങുന്നതോ ഒരാൾ കടം കൊടുക്കുന്നതോ ഹറാമാണ്. കാരണം ഇടപാടിൻ്റെ സമയത്ത് ലാഭത്തെ അല്ലെങ്കിൽ വർധനവിനെ നമ്മൾ കണ്ടീഷൻ വെച്ചു എന്നുള്ളതാണ്. വർധനവിനെ കണ്ടീഷൻ വെച്ചു എന്നുള്ളതാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വീട് നിർമ്മിക്കുന്നത് പരമാവധി പറ്റുമെങ്കിൽ വല്ല സാധാരണക്കാരിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് കടം കിട്ടുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടാവണം നമ്മളെ സ്വന്തം പൈസ. അതല്ലെങ്കിൽ വല്ല സൊസൈറ്റിയായിട്ട് വല്ല സംഘടനയായിട്ട് ടൈപ്പായിട്ട് അവരെ കൊണ്ട് പൈസ ഇറക്കിക്കാൻ കഴിയണം. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പോകുന്നു, പലിശ കൊടുക്കാമെന്ന നിബന്ധനയോടുകൂടെ കടം വാങ്ങുന്നു. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർണം അഴിച്ചിട്ട് നമ്മുടെ സ്ത്രീകൾ നിരവധിയായ പ്രൈവറ്റ്, ഗവൺമെൻറ്, ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നു. അവിടെ ആ വസ്തു പണയം വെക്കുന്നു, അവർക്ക് ആവശ്യമുള്ള പൈസ കൊണ്ടുപോകുന്നു. പിന്നെ പലപ്പോഴും ഈ സാധനം തന്നെ അവർ പിടിച്ച് എടുക്കുന്നതിലേക്ക് എത്തിച്ചേരും. വീട് നിർമ്മിക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ട് ഈ കടം അടച്ചുകൊടുക്കാൻ കഴിയാതെ വീടുമായി ബാങ്കുകാർ പോകുന്ന അനുഭവം എത്രയുണ്ട്. പിന്നെ കടം കൂടി വരും. മനുഷ്യൻ പറ്റിക്കുന്നിടത്തൊന്നും ഒരു കണക്കില്ലെന്ന്. ഞാൻ കൊല്ലത്തേക്ക് പ്രസംഗത്തിന് പോയി. ഒരു സാധു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞൊരു വിഷമം, ആളുടെ ജ്യേഷ്ഠൻ്റെ മോൻ വസ്തുവിൻ്റെ പ്രമാണം ചോദിച്ചു എന്നാണ്. മനസ്സിലായിട്ടുണ്ടാവും, വസ്തുവിൻ്റെ പ്രമാണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരുടെ തൊടുവിൻ്റെ രേഖ ആധാരം ചോദിച്ചു. അവന് കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനൊന്നും ആലോചിക്കാതെ അത് കൊടുത്തു. ഇപ്പോൾ വർഷങ്ങളായി ആളത് എടുത്തു തരണമില്ല, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. അപ്പോൾ എത്ര ഉണ്ട് ബാങ്കിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം 1 കോടി രൂപയുടെ അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ മനുഷ്യന് വീടും പറമ്പും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയാൽ പോലും തീരാത്ത അത്ര പണം ഇയാളുടെ മേലിൽ കടമായി കൂടിക്കിടക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ്റെ മോനല്ലേ എന്ന് വിചാരിച്ചു എന്നാണ്. അനുജനാണ് ആദ്യം എന്നോട് നിന്നത് പറയുന്നത്. ഇക്കാക്കത് പറയാൻ മടിയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അനുജൻ പറഞ്ഞു എന്നുള്ള അറിഞ്ഞപ്പോൾ അയാൾ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അനുജൻ പറഞ്ഞു, മൂപ്പരൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, കൊടുത്തത് തന്നെ തെറ്റായിരുന്നു. ബാങ്കിൽ പണയം വെക്കാൻ വേണ്ടി വസ്തുവിൻ്റെ പ്രമാണം കൊടുത്തത് തന്നെ തെറ്റായിരുന്നു. അവൻ അതിൽ നിന്ന് പൈസ വാങ്ങി, പിന്നെയും കൂട്ടി വാങ്ങി, കുറേ മാസം പലിശ അടക്കാതെ ഇരുന്നു. അതോടുകൂടെ പഴപ്പലിശയായി, ഇരട്ടിപ്പലിശയായി പോയി 1 കോടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതുവരെ വിഷമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ വസ്തു, വീട് മൊത്തം ബാങ്കുകാർ കൊണ്ടുപോകുന്നത്, സീല് വെച്ച് നമ്മളെ പുറത്താക്കുന്നത്, മക്കളെയും പേരക്കുട്ടികളെയും എടുത്ത് ലഭ്യമായ വസ്തുക്കളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ ഒച്ചാനിച്ച് നിൽക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. അപ്പൊ ഹറാമിലേക്ക് പെട്ടെന്ന് എടുത്തോട്. ചെറിയൊരു വീടൊക്കെ ഉണ്ട്, അത് മതിന്ന് വെക്കണമെന്ന്. ചെറിയൊരു വാഹനമുണ്ട്, അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പുതിയ വാഹനം ഇറക്കിക്കൊണ്ടിരിക്കും. കമ്പനിക്ക് വേറെ എന്താ പണി? പുതിയ സംവിധാനങ്ങളുള്ള വാഹനം വന്നുകൊണ്ടിരിക്കും. അവർക്ക് വേറെ പണിയില്ലല്ലോ ഒന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വാഹനം മാറ്റിക്കൊണ്ടിരിക്കണം. അതിനെന്താ ചെയ്യുക? ഇത് എവിടെ പോവുക, അവിടെ പോവുക. ഇന്ന ഫിനാൻഷ്യൽ കമ്പനി ഉണ്ട്, ഇത് കൊടുക്കാൻ നിൽക്കണം. നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് വെച്ചാൽ 14 നമുക്കറിയാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനൊരു കണഞ്ഞ മസാല എന്താന്ന് ചോദിക്കുമ്പോൾ
അതിനിപ്പോൾ ചോദിക്കൊന്നും വേണ്ട, അതൊക്കെ ഇപ്പോൾ പറ്റൂല, എല്ലാവരും ഇപ്പം അത് ചെയ്യണല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടാൻ നിൽക്കരുത്. വബൈനഹുമാ മുതശാബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. അധിക ജനങ്ങൾക്കും അറിയാത്ത ചില സംശയാസ്പദമായ കാര്യങ്ങൾ അവയ്ക്കിടയിലുണ്ട്. അതിനെ ആര് സൂക്ഷിക്കുന്നോ അവൻ്റെ ദീനിനെ അവൻ സംരക്ഷിച്ചു, അവൻ്റെ അഭിമാനത്തെ അവൻ സംരക്ഷിച്ചു. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ വിഷയത്തിൽ അത് പറ്റുമല്ലേ എന്നുള്ളതിൽ ഒരു തർക്കം വരുന്നു, മാറി നിൽക്കണം. ഇപ്പോ സൂക്ഷ്മമായി നോക്കി മാറി നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കമ്പനിയുടെ കുറേ ഫുഡിൽ നിന്ന് നമ്മൾ മാറേണ്ടി വരും. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അത് ആര് കൊന്നു എന്ന് ആർക്കറിയാൻ പറ്റും. ഇന്ന ചിക്കൻ കഴിച്ചിരിക്കണം എന്ന് കുട്ടിക്ക് വാശി, എന്തുകൊണ്ടാണ് അത് കൊടുത്ത് ശീലിച്ചു. ഈ ചിക്കൻ ആരെവിടുന്ന് മുറിച്ചു എന്ന് ആർക്കറിയാം. ഗൾഫിലൊക്കെ പോയ വ്യാപകമാണത്. നമുക്കിതല്ലാത്തത് കിട്ടൂലല്ലോ എന്നാണ്. കിട്ടും, കുറച്ച് മെനക്കെടേണ്ടി വരും. ഇനി കിട്ടൂല എന്ന് വെക്കുക, ഇത് തിന്നിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? അത് തിന്നിരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? പോത്തറുത്തത് കിട്ടും, ഒട്ടകറുത്തത് കിട്ടും, ഒക്കെ കിട്ടും. പക്ഷെ കോഴി ഇങ്ങനെ വരുന്നതേ കിട്ടുള്ളൂ. എവിടുന്ന്? ഡെൻമാർക്കിൽ നിന്ന്. പിന്നെന്താ ന്യായം? അത് ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പന്നിയിറച്ചിയുടെ പൊതിയുടെ പുറത്തുണ്ട് ഹലാൽ കട്ട്. എന്ത് നല്ല സാധനം! ഹലാലായ പന്നിയിറച്ചി, ഹലാലായ പന്നിയിറച്ചി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അല്ലേ? പശുവിനെ തൊടാൻ പാടില്ലാത്ത നാടാ, അമ്മയാണ്, ദൈവമാണ്. പക്ഷേ ഇപ്പോ പശുവിന്റെ മാംസം കടത്തുന്നതിൽ, കയറ്റിവിടുന്നതിൽ ഇന്ത്യ ലോകത്ത് തന്നെ 2ാം സ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഗണീസിനെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. പശുവിനെ തൊടാനും പാടില്ല, കൊല്ലാനും പാടില്ല എന്നും പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരെ, കർഷകരെ കുടുക്കിയിട്ട് അടുത്ത പശു വാങ്ങാൻ ഏകദേശം പൈസ പഴയ പശുവിനെ വിൽക്കുമ്പോൾ കിട്ടുമായിരുന്നവർക്ക്, കറ പറ്റിയ പശുവിനെ വിൽക്കുമ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഈ പശുക്കളെ പോറ്റാൻ തന്നെ വലിയൊരു ചെലവ്, ഉപകാരമൊന്നുമില്ല താനും. ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുമ്പോൾ മഹാകമ്പനിക്കാർ ചൊല്ലും, അൽ കബീർ ചൊല്ലും. അൽ കബീർ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു ഉസ്താദ് നടത്തണമെന്ന് വിചാരിക്കരുത്, ഏതോ ഒരു ഉസ്താദ് നടത്തണമെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംഖ്യ നടത്തുന്നതാണ് ഈ അൽ കബീർ എന്ന് പറയുന്ന സാധനം. അവർ ചെല്ലും. പശുവിനെ നോക്കാൻ തന്നെ ഇടങ്ങാറായി, വെള്ളം കൊടുക്കാനും പുല്ലൊടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കർഷകനോട് 2000-വും 3000-ക്കും ബാർഗെയിൻ ചെയ്തിട്ട് അവർ പശുവിനെ വാങ്ങിക്കൊണ്ടുപോകും. എന്നിട്ട് അവരതിനെ തലക്കടിച്ച് കൊന്നിട്ട് പീസാക്കിയിട്ട് കയറ്റുമതി ചെയ്യും. അപ്പൊ ഇന്ത്യ പശു ഇറച്ചി കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തെത്തും. കുറെ പുസ്തകങ്ങളുണ്ട് പശുമാംസമായിട്ട് ബന്ധപ്പെട്ട്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വായിക്കാം. എരുമദേശീയത എന്ന് പറഞ്ഞിട്ട് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന കഞ്ചായലയ്യയുടെ പുസ്തകമുണ്ട്, വേണമെങ്കിൽ വായിക്കാം. ഞാൻ അങ്ങോട്ടല്ല കിടക്കുന്നത്, എവിടുന്നോ കയറി വരുന്നു, ഇന്ത്യയിൽ നിന്ന് കയറി വരുന്നു. പേര് അൽ കബീർ എന്നാണ്, അതിൽ ഹലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ തിന്നാന്ന് വിചാരിക്കുന്നിടത്ത് ശുബ്ഹാത്തിനെ സൂക്ഷിക്കുന്നവർ. ഇതൊക്കെ വ്യക്തമായിട്ട് കൊന്നതന്നെയാണെന്ന് നമുക്കറിയാട്ടോ, അറിവ് ചെയ്യുന്നില്ല എന്നറിയാട്ടോ. പരിശുദ്ധ ഇസ്ലാമിന്റെ അറിവ് രീതിയാണ് ഏറ്റവും ശാസ്ത്രീയം, ആ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും ഗുണപ്രദം. ആദ്യം തന്നെ അന്നനാളവും ശ്വാസനാളവും ഒരൊറ്റ വലിക്ക് മുറിച്ചിരിക്കണം, ഒരൊറ്റ വലിക്ക്. അതോടുകൂടെ തലച്ചോറുമായുള്ള ബന്ധം അവസാനിച്ചു. ഈ സാധനത്തിന് വേദന എന്ന് പറയുന്നത് അനുഭവിക്കാനേ കഴിയാതെ വരും. ആ 1ാം മുറിയിലുള്ളൊരു ചെറിയ വേദന ഒഴിച്ചാൽ പിന്നീട് അതിന് വേദനയേ ഇല്ല, കാരണം തലച്ചോറുമായുള്ള ബന്ധം അവസാനിച്ചു. പിന്നെ പെടീണതോ റൂഹ് പോകുമ്പോഴുള്ള അതിൻ്റെ ഒരു റൂഹ് പോകുമ്പോഴുള്ള സ്വാഭാവികമായ നൈസർഗികമായ ചലനം മാത്രം. ഇത് വേദന അനുഭവിച്ചിട്ടല്ല. തലച്ചോറായിട്ട് കണക്ഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു വേദന ഉണ്ടാവില്ല. അത് ഏറ്റവും ശാസ്ത്രീയമാകുന്നത് എങ്ങനെയാണ്? ആ ബ്ലഡ് മൊത്തം ഒഴുകിപ്പോകും, കുറെ സ്രവങ്ങൾ ഒഴുകിപ്പോകും. ഈ ബ്ലഡിലാണ് വിവിധങ്ങളായ ഉപകാരം തീരെ ഇല്ലെങ്കിലും വലിയ ഉപദ്രവം ചെയ്യുന്ന പല വസ്തുക്കളുള്ളത്. ഇത് മൊത്തം ഒഴുകിപ്പോകും. അതോടുകൂടെ മാംസം ശുദ്ധമാകും. 100 കിലോ ഉള്ളൊരു പശുവിനെ ഇസ്ലാമിക രീതി അനുസരിച്ച് അറുത്താൽ ഏകദേശം 70 ചില്ലാനം മാംസേ കിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാകും. ഇത് പക്ഷേ കമ്പനിക്ക് പറ്റൂല. അവർ കറണ്ട് കൊടുക്കും, തലയിൽ ഹാമർ ഇടും. പക്ഷെ ഇങ്ങനെ പശു ഇങ്ങനെ പോയി 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 തല കുടുങ്ങി ഒരു സ്ഥലത്തെത്തും. ഉടനെ ഒരു വലിയ ഇരുമ്പിന്റെ മുട്ടി വന്നിട്ട് തലയിൽ വീഴും, പടഞ്ഞു ചാവും. അതോടുകൂടെ ബ്ലഡ് മൊത്തം മാംസത്തിൽ കട്ട പിടിച്ചു കിടക്കും. അതോടുകൂടെ അവർക്ക് നല്ല തൂക്കുള്ള ഇറച്ചി കിട്ടും, കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകും.
പക്ഷേ കൊക്കപ്പുഴി അതിലുണ്ടാകും. ബ്ലഡിലുള്ള എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടോ അതൊക്കെയും മാംസത്തിൽ അള്ളിച്ചേർന്ന് നിൽക്കുന്നുണ്ടാകും. അപ്പൊ ഏറ്റവും ആരോഗ്യപ്രദം, ഏറ്റവും ശാസ്ത്രീയം, ആ ജീവിയെ സംബന്ധിച്ച് ഏറ്റവും സുഖപ്രദം ഇസ്ലാമിന്റെ അറവ് രീതിയാണ്. പക്ഷെ അത് കമ്പനിക്ക് കൊള്ളലാമുണ്ടാക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് എല്ലാവരും തലക്കടിക്കും. ഡെൻമാർക്കിൽ നിന്ന് വരും, ബ്രസീലിൽ നിന്ന് വരും, എല്ലാവരും തലക്കടിച്ച് കൊല്ലുന്ന സാധനങ്ങളാണെന്ന് ബോധ്യം ഉണ്ടായിട്ടും ഹലാൽ എന്നുള്ള എഴുതിയിട്ടില്ലേ? ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമല്ലേ, അവരിറക്കണതല്ലേ. ഒരു ഗൾഫ് സഹോദരൻ എന്നോട് പറഞ്ഞൊരു ന്യായമാണ്, ഇത് സൗദി അല്ലേ, സൗദി ഇറക്കണതല്ലേ, ഇത് UAE അല്ലേ, UAE ഒരു ഇസ്ലാമിക രാജ്യമല്ലേ, അവരിറക്കണതല്ലേ. സംശയാസ്പദമായ ഇത്തരം കാര്യങ്ങളെ ആര് ശ്രദ്ധിക്കുന്നുവോ അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവൻ സംരക്ഷിച്ചു. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഞങ്ങളുടെ സ്കൂളിൽ കലാപരിപാടികളുണ്ട്. അപ്പൊ എനിക്ക് ഫാൻസി ഡ്രസ്സ് മത്സരമുണ്ട്, പോട്ടെ എന്ന് പറയും. എല്ലാ കുട്ടികളും ചെയ്യണതല്ലേ, വിടുന്നുണ്ടോ? ദീനിനെ പണയപ്പെടുത്തി ടൂറിന് വിടുക. എത്ര ദിവസം കണക്കൊന്നുമില്ല. എന്നിട്ട് ആ ടൂറ് കഴിയുവോളം നിസ്കാരം ഖളാക്കുക. ദീനുമായി ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുക. ബസ്സിലും ഹോട്ടലിലും വെച്ച് എല്ലാ കൂത്താട്ടവും നടത്തിക്കൊണ്ടിരിക്കുക. അത് സ്റ്റാഫ് ടൂറായാലും കുഴപ്പമില്ല, കുട്ടികളുടെ ടൂറായാലും കുഴപ്പമില്ല. പിന്നെ പല സംഘങ്ങൾ ചേർന്നിട്ട്, ചെറുപ്പക്കാരെല്ലാവരും കൂടിയും ചേർന്നിട്ട് സുഹൃത്തുക്കളുടെ ടൂറാണെങ്കിലും തിരക്കടില്ല. വിവിധങ്ങളായ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുക. ഞാനത് വിശദീകരിക്കണ്ടല്ലോ. ഒരു കോളേജിൽ നിന്നും മറ്റും ടൂർ പോകുന്ന ഒരു വലിയ ബസ് സൈഡിൽ നിന്നിട്ട് ആ ബസ്സിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. അപ്പൊ എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്നുള്ളതിനായാണോ? നമ്മളെ കുട്ടിയായിട്ട് പോകാതിരിക്കലും ഇത് എന്നതിനായാണോ? അല്ല, ടൂറ് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുക ചെയ്യാം. അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ വലിയക്കാക്ക വരുന്നുണ്ട് അടുത്ത മാസം, എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ട്രാവലർ എടുത്ത് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും, നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റും, ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കാണാനും പറ്റും. പിന്നെ കൂത്താട്ടം ഉണ്ടാവില്ല, MDMA ഉപയോഗിക്കൂല, ആരും തന്നെ ഊട്ടിയിൽ പോയിട്ട് മാജിക് മഷ്റൂം തിന്നിട്ട് ലഹരി ബാധിച്ച് ഇങ്ങനെ 10-40 മണിക്കൂർ റൂമിൽ കിടക്കൂല. ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളോട് സമരസപ്പെട്ട് അങ്ങനെ പോവാണോ? നമ്മുടെ ദീനിനെ പണയപ്പെടുത്തി ഹലാലെന്ന് ഉറപ്പുള്ളത് മാത്രമേ ചെയ്യാവൂ. ഹറാമെന്ന് ബോധ്യമുള്ളതിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. ഹറാമാണ് ഹലാലാണെന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റാത്തതോ അതിൽ നിന്നും മാറി നിൽക്കണം. എങ്കിൽ അവൻ അവൻ്റെ ദീനിനെ സംരക്ഷിച്ചു, അവൻ അവൻ്റെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചു. പുതിയ കാലത്തെ ട്രെൻഡ് ഹലാലൊക്കെ ചെയ്യുന്നവർ പോലും, വാജിബാത്തൊക്കെ ചെയ്യുന്നവർ പോലും ആവശ്യാനുസരണം ഹറാമ് ചെയ്യുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. നന്നായിട്ട് നിസ്കരിക്കും, 5 വക്തിനും പള്ളിക്കന്നെ വരും, ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കുടിക്കണം, അങ്ങനത്തെ കുറേ ആളുകൾ. നന്നായിട്ട് നിസ്കരിക്കും, സദഖയും സക്കാത്തും ഒക്കെ കൊടുക്കും, പക്ഷെ പലിശക്ക് പണം കൊടുക്കും. അതിൻ്റെ ജോലിയാണെന്ന് പറയും, അതെൻ്റെ പ്രൊഫഷനാന്ന് പറയും. എന്നിട്ട് ഈ വൃത്തികേടിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഇമാം ഗസാലി തങ്ങൾ ബിദായത്തുൽ ഹിദായ എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൻ്റെ 2ാം ഭാഗമാവുന്ന തസവുഫ് ആരംഭിക്കുന്നിടത്ത് പറയുന്ന ചർച്ച എന്താണെന്നറിയാമോ? വാജിബായ കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ പ്രാധാന്യം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. തോറ്റുപോകരുത് നമ്മൾ, പരിഭ്രമിച്ചു പോകരുത് നമ്മൾ. വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയൊരു സംഗതി ഒന്നുമല്ല, അത് നമുക്ക് ബാധ്യതയാണ്. ഞാനൊരാളിൽ നിന്ന് 100 രൂപ കടം വാങ്ങുന്നു, അടുത്ത ആഴ്ച തരാമെന്നും പറഞ്ഞ് അടുത്ത ആഴ്ച ഞാനത് കൊടുക്കണം. ഞാനൊരു വലിയ മഹാന്ന് പറയാൻ പറ്റുമോ? ഞാനെന്തോ ഒരു വലിയ കർമ്മം ചെയ്തു? ഇല്ല, ബാധ്യതയാണത്. ഫർളായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ബാധ്യതയാണ്. ഹറാമിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അതേപോലെയുള്ള ബാധ്യതയാണ്. പക്ഷെ പലപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പോലും പെണ്ണുങ്ങളെ നോക്കാൻ നിൽക്കണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത്, നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ, പുറത്തുങ്ങടെ ഇറങ്ങുമ്പോൾ ഗീബത്ത് പറയാൻ നിൽക്കുന്നു. പള്ളിയിലസ്ഥാനെ കുറ്റം പറയണ്, മുഅദ്ദിനെ കുറ്റം പറയണ്, മറ്റു പലരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് വിശുദ്ധമായ ജീവിതമല്ലെന്നറിയണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഹറാമിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം. ഹലാലേ നമുക്ക് ചെയ്യാവൂ. അതിനപ്പുറം ഹറാമാണോ ഹലാലാണോ എന്ന് നമുക്ക് വിവരമില്ലാത്തത് കൊണ്ടോ മറ്റോ ബോധ്യമില്ലാത്ത സംഗതിയിൽ നിന്നും മാറി നിൽക്കണം. അത് കൺഫേം ചെയ്യുക, ആരെങ്കിലും സമീപിച്ച്, അതിന് പറ്റുന്ന ആളുകളെ സമീപിച്ച് അത് ഉറപ്പിക്കുക. അതിനുശേഷം മാത്രം അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ നിൽക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ദീന് നശിച്ചു പോകും, നമ്മുടെ ആത്മാഭിമാനം നശിച്ചു പോകും.
അതുകൊണ്ട് സൂക്ഷ്മമായ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, ആത്മാവിനെ സംസ്കരിച്ചുള്ള ജീവിതം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ ആര് സംസ്കരിച്ചോ അവർ വിജയിച്ചു. ആരാണോ ആത്മാവിനെ നമ്മുടെ തോന്നലനുസരിച്ച്, പുതിയ കാലത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച്, പുതിയ കാലത്തിൻ്റെ ഊക്കും വമ്പും അനുസരിച്ച് എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നുള്ള ന്യായവും പറഞ്ഞിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നോ, ആത്മാവിനെ അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്നോ, അവൻ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹു പറഞ്ഞതാണ്, വിശുദ്ധമായ ഗ്രന്ഥം ഉദ്ധരിക്കുന്നതാണ്. കൃത്യമായി അത് സംഭവിക്കുന്ന സമയത്ത് ഓച്ചാനിച്ച് നിൽക്കാതിരിക്കാൻ, ഇനി എന്ത് ചെയ്യുമെന്ന് പരിഭ്രമിക്കാതിരിക്കാൻ, അങ്ങനെ വേണ്ടായിരുന്നു എന്ന് കുറ്റബോധം അപ്പം തോന്നാതിരിക്കാൻ ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ സംസ്കൃതരാവണം. ആദ്യമായി എന്നോടും പിന്നെ എൻ്റെ സഹോദരന്മാരോടും ഈ ഒരു പ്രധാന കാര്യം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത നമ്മുടെ 100ാമത്തെ ക്ലാസ്സാണ്. അസംബന്ധമായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജോഹർ ഉസ്താദ് പറയും. അള്ളാഹു ദീനിന് ഖൈറാവുന്ന കാലം ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷത്തിനും പടച്ച റബ്ബ് സ്വർഗത്തിൽ നമ്മുടെ പദവി ഉയർത്തി തരുമാറാവട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിനെയും ഖുർആനെയും സ്നേഹിച്ച് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ ഈ പള്ളിയിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഒരുമിച്ച് കൂടുന്ന നമ്മുടെ ഈ സദ്വൃത്തിയുടെ ഫലമായി അള്ളാഹു എല്ലാ പ്രയാസങ്ങളും, രോഗങ്ങളും, വിഷമങ്ങളും, കടങ്ങളൊക്കെ തീർത്ത് നമ്മെ ഏറ്റവും നല്ല ഫ്രീ മൈൻഡോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റിത്തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.